കോൺഗ്രസ് പോകത്തെ, അതുകൊണ്ട് ഞങ്ങൾ തന്നെ അംഗീകരിക്കുന്നു. പൂർണ്ണ മനസ്സോടെയാണോ ഈ അംഗീകാരം? മനസ്സളക്കാനുള്ളൊരു യന്ത്രം കണ്ടുപിടിക്കാത്തതുകൊണ്ട് അത് പ്രവചിക്കാൻ സാധ്യമല്ല. പക്ഷേ കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടിയോട് അഭിപ്രായം ചോദിച്ചിരുന്നു, ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞിരുന്നു. ആ അഭിപ്രായം ഹൈക്കമാൻഡിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇന്ന് വൈകിട്ട് ചേരുമല്ലോ പാർലമെൻ്ററി പാർട്ടി. അപ്പോൾ അത് അവരിത് വ്യക്തമാക്കുന്ന അങ്ങനെ തോന്നുന്നേ. അപ്പോൾ അവിടെ വെച്ച് അതിനെപ്പറ്റി സംസാരിക്കാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റ് ഇതിനിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ പിന്നെ ഒന്നിലേറെ നേതാക്കന്മാർ ഒരു സ്ഥാനത്തേക്ക് ആഗ്രഹിക്കുക തെറ്റൊന്നുമില്ല. പക്ഷേ ഒരു കൃത്രിമമായ പൊതുബോധം സൃഷ്ടിച്ച് ഒരു വ്യക്തിയെ തെരഞ്ഞു പിടിച്ച് അവഹേളിക്കുക, ആക്രമിക്കുക, അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് നോക്കുന്നില്ല. അത് കെ.സി. വേണുഗോപാൽ എന്നുള്ള അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയെ ക്രൂരമായി വേട്ടയാടി ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സംഘം സംഘടിതമായ ആക്രമണം നടന്നു. അദ്ദേഹത്തിൻ്റെ സംഭാവനകളൊന്നും പരിഗണിച്ചില്ല. ഈ തെരഞ്ഞെടുപ്പ് തോറ്റിരുന്നെങ്കിൽ കേരളത്തിൽ അതിൻ്റെ പഴി മുഴുവൻ കെ.സി. വേണുവിൻ്റെ തോളിലാകുമായിരുന്നു. തോറ്റാൽ എവിടെല്ലാം ഇന്ത്യയിൽ തോക്കുന്നോ പഴി മുഴുവൻ വേണുഗോപാൽ, എവിടെല്ലാം ജയിച്ചോ ഒരു അംഗീകാരം വേണുഗോപാലിനില്ല. ഭാരത് ജോഡോ യാത്ര നടത്തി കെ.സി. വേണുഗോപാൽ. അപ്പോൾ എന്നെ പറയും, എന്തിനാണ് രാഹുൽ ഗാന്ധി നടത്തിക്കുന്നത്? പഴി മൊത്തം അദ്ദേഹത്തിനെതിരായിട്ട്. അത് വിജയിച്ചു, വേണുഗോപാലിന് റോളുമില്ല. രണ്ടാം ഭാരത് ന്യായ് യാത്ര, അതിലും വേണുഗോപാലിന് ഒരു പങ്കുമില്ല. കോൺഗ്രസിന് എവിടെ ക്ഷീണം പറ്റുന്നോ അവിടെയെല്ലാം വേണുഗോപാലിനെ ആക്രമിക്കുന്ന ഒരു പ്രതീതി, ഒരു പ്രവണത കേരളത്തിലെ രാഷ്ട്രീയത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ പ്രകട ഉദാഹരണമാണ് ഈ തെരഞ്ഞെടുപ്പിൽ കൃത്രിമമായി സൃഷ്ടിക്കപ്പെട്ടൊരു പൊതുബോധം. എന്നുവെച്ചാൽ വേണുഗോപാൽ എന്ന് പറയുന്ന ഒരു നേതാവ്, അദ്ദേഹത്തിൻ്റെ പൂർവ്വകാല പ്രവർത്തികൾ, KSU പ്രസിഡന്റ് എന്ന് വെച്ചാൽ അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ കൂടി വന്നാണ്. പൊതു തെരഞ്ഞെടുപ്പിൻ്റെ പ്രതിനിധിയിൽ AK ആന്റണി ഇന്ന് ജീവിച്ചിരിപ്പോൾ അദ്ദേഹം ചോദിക്കണം, അദ്ദേഹം പ്രസിഡൻ്റായിരിക്കുമ്പോൾ G കാർത്തികേയനെ പോലെ ധർമ്മനിഷ്ഠനായ ഒരു നേതാവ് റിട്ടേണിംഗ് ഓഫീസർ നടത്തിയ തെരഞ്ഞെടുപ്പ് കൂടിയാണ് വേണുഗോപാൽ KSU പ്രസിഡന്റ്. അല്ലെങ്കിൽ ഏതൊക്കെ ഒരു നേതാവ് പോക്കറ്റിലിരുന്ന പേന എടുത്ത് എഴുതി വെച്ച ആളല്ല വേണുഗോപാൽ. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ അദ്ദേഹം അതിശക്തനായിരുന്നു. 20 വർഷം MLA ആയിരുന്നു. ഇന്ത്യൻ പാർലമെൻറ്റിലെ ഇരുസഭകളിലെ അംഗമായിരുന്നു. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാനാണ്. ഇത്രമാത്രം പാരമ്പര്യമുള്ള ഒരു നേതാവിനെ കേരളത്തിൽ വളഞ്ഞിട്ട് ആക്രമിച്ചു. അത് അധാർമികമായ സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, ഏറ്റവും ഹീനമായ മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നടന്ന ഒരു അക്രമമാണ്. എനിക്ക് കേരളത്തിലെ കോൺഗ്രസിൽ ആദ്യ വെടിപൊട്ടിയിരിക്കുകയാണ്. രൂക്ഷ വിമർശനം കോൺഗ്രസിൽ ആദ്യ വെടിപൊട്ടിയിരിക്കുകയാണ്. VD സതീശന് എതിരെ പരസ്യമായി തന്നെ പറയുകയാണ് KCക്ക് അനുകൂലമായി.